ഹലോ, ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലമാണ് നൈറ്റ് ബീച്ച്. നമ്മൾ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ വ്ളോഗിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ എന്തായാലും ഇന്ന് വ്ളോഗ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ടൈം വരുന്നത് 11:13. അല്ല ഇവിടെ ഉണ്ട്, അവിടെ പോയി ഒളിച്ച്. ഇനി ഇതിൽ രണ്ടാൾക്കാർ കൂടി കയറാനുണ്ട്, പിന്നെ അവിടെ രണ്ടാൾക്കാർ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. സമയം രാത്രി 11 മണി കഴിഞ്ഞ് 13 മിനിറ്റും എത്രയോ സെക്കൻഡ് പിന്നിട്ടിരിക്കുന്നു. റോഡ് ഇപ്പോഴും വണ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വിജനമായി തുടങ്ങിയിട്ടില്ല. ഇവിടെ ദുബായിൽ എപ്പോഴും ഇങ്ങനെയാണ്, വിജനമാകുന്നതിൻ്റെ വളരെ അപൂർവമായിട്ടായിരിക്കും. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇവിടെ ഒളിച്ചിരുന്ന ആൾക്ക് അവസാനം എണീക്കാൻ പറ്റാതായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നീട്ടുന്ന പുറത്ത് വിശാലമായി കിടക്കാണ് കാറിന്റെ ബാക്കിൽ. എന്നിട്ട് അയ്യോ ഉമ്മ ഉമ്മ എന്ന് വിളിക്കുന്ന ഒച്ച ഇട്ടിട്ടാണ് നോക്കിയത്. ലൈറ്റ് ഓഫാക്കി കേൾക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ സലാമിനെ കൂട്ടാൻ വേണ്ടി എത്തി. സലാം ഇതാ ഇവിടെ കറുത്ത കുപ്പായൊക്കെ റെഡിയായിട്ട്. ആദ്യത്തെ ആൾ വന്നു. സലാം അബ്ദുൽ സലാം കുന്നുംപുറല്ലേ? അടുത്ത ആള് നമ്മളെ ഇവിടുന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. ആസിഫ് കൂരിക്കാടൻ അബ്ദുറഹ്മാൻ കയറിയിരിക്കുന്നു. ഇനി അടുത്ത ആൾ റമീസ് തനാമുച്ചിക്കൽ പോയോ? അപ്പൊ റമീസ് തനാമുച്ചിക്കൽ കയറിയിരിക്കുന്നു. പണിയെടുക്കുന്ന ആൾക്കാർ കഷ്ടപ്പെട്ട് എല്ലാരും പണിയെടുക്കാണ്. ഡ്രൈവർ അടക്കം പണിയെടുക്കാണ്. യു എയിലെത്തിക്കഴിഞ്ഞാൽ ഏത് ഭ്രാന്തില്ലാത്തായാലും ഭ്രാന്തുള്ള ആളാവെന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടില്ലേ, ഈ സമയത്തൊക്കെയാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. ഇവിടെ അധികം ആൾക്കാരും ഇതേപോലെ നൈറ്റിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഇതൊരു പ്രത്യേക വേറൊരു വൈബാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൊച്ചി എത്തിയിരിക്കുന്നു. ശരി, ഇത്രയും നല്ല സ്ഥലത്തുണ്ട് അതിട്ട് അബുദാബി കോർപ്പറേഷനോട് പോയിക്കല്ലേ. ആണ് അടുത്ത ടീം. അങ്ങനെ ഞങ്ങള് ബീച്ചിലെത്തിയിരിക്കുന്നു. പക്ഷെ നല്ല ആൾക്കാരാണ്, ഫുൾ ഓഫ് ആൾക്കാർ. നട്ടപ്പാതിരക്ക് കുളിക്കാൻ വേണ്ടിട്ട് വന്ന ആൾക്കാരാണ്, അതും ബീച്ചിൽ അല്ലേ സലാമേ? വണ്ടിന്നൊക്കെ ഉറക്കൊക്കെ കഴിച്ച്. ഇതിപ്പോ പറഞ്ഞാ ചൂടല്ലേ, കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ എന്നാ വിചാരിച്ചതേ. പക്ഷെ ഇതിപ്പോ ഞങ്ങൾക്ക് പായ് വിരിക്കാൻ പോലും സ്ഥലമില്ല. എല്ലായിടത്തും ആൾക്കാർ പറഞ്ഞാൽ എല്ലായിടത്തും ആൾക്കാരാണ്. വീഡിയോ കടലിന്റെ അടിയിൽ നിന്ന് കാണുന്നുണ്ടോ അറിയില്ല. അല്ലയോ പോന്നോ? എന്ത് ശംഖോലത്തെ സാധനമാണ്. ശംഖാണ് ഇതാ. ഇവിടെ വന്നതിന് എപ്പോഴും അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റാറില്ല. ഞങ്ങളങ്ങനെ നീന്തി. ഇതിന്റെ സ്വിമ്മിങ് ഡ്രസ് ആട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഇതന്നെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഒഫീഷ്യൽ സ്വിമ്മിങ് ഡ്രസ്സാണ്, അതുകൊണ്ടാണ് ഇതന്നെ ഇട്ടോണ്ടിരിക്കുന്നത്. ചെരുപ്പൊക്കെ നല്ല കോലാണ്. കണ്ടോ മണലായിട്ട്. ഇവിടെ കുളിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ ആ ഭാഗത്ത് ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ബീച്ച്. അപ്പോൾ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഇവിടെ ഭയങ്കര ആൾക്കാരായതുകൊണ്ട് വാഷ്റൂമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. കാക്കക്കുളിയൊക്കെ കുളിച്ച് പോവുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് വേണം. അപ്പോൾ വീട് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ ആൾക്കാരെയും ഓരോ സ്ഥലത്ത് ഇറക്കിയിട്ട് വേണം പോവാൻ. ഇപ്പോൾ സമയം 3:35. വീട്ടിലെത്തുമ്പോഴേക്ക് സുബഹി ബാങ്ക് കൊടുക്കും. അപ്പോൾ ടാറ്റ. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ് പിന്നിടുമ്പോൾ നമ്മൾ ഷെയ്ഖ് സയ്യിദ് റോഡിൻ്റെ ഹൃദയവീതിയിലൂടെ പോവുകയാണ്. പിറകിൽ സലാം ഉറങ്ങുന്നു. കിട്ടിയോ? ബൈ. 4:40 ആയപ്പോൾ സലാമിനെ അവിടെ ഇറക്കി. സലാമതാ പോകുന്നു, ഉറങ്ങാൻ വേണ്ടി പോകുന്നു. വിജനമായി കിടക്കുന്ന ഖുറാൻ റൗണ്ടബോട്ട് അഥവാ കൾച്ചറൽ സ്ക്വയർ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നട്ടപ്പാതിര വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.